ബാച്ചാസ് ടീം ഒരു പോയിന്റ് കരസ്ഥമാക്കിയിരുന്നു. ഉയർന്ന് ചാടിക്കൊണ്ട് അബ്ദുള്ളയുടെ അതിമനോഹരമായ സ്മാഷ്. എന്തൊരു കളിക്കാരനാണ് അദ്ദേഹം! ഈ പ്രായത്തിലും ചെറുപ്പത്തെ വെല്ലുന്ന മനോഹരമായ സ്മാഷിലൂടെ തീപ്പൊരിച്ചു തെറിക്കുന്ന അബ്ദുള്ള. അദ്ദേഹത്തിന്റെ സ്മാഷിലൂടെ 1 പോയിന്റ്, 1 ഈച്ച്. അങ്ങനെ 1-1 പരസ്പരം പൊരുച്ചുകൊണ്ടിരിക്കുന്ന ഇരു ടീമുകൾ, തുല്യ ശക്തികളായ 2 ടീമുകൾ. പക്ഷേ വിട്ടുകൊടുത്തില്ല. കൊണ്ട് കിട്ടില്ലം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോർട്ടിനെ കിട്ടിക്കിട്ടേക്കുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2-1. ബാച്ചാസ് 2, ബാച്ചാസ് 1. അവസാന സെറ്റിലാണ് നമ്മളുള്ളത്. അവസാന സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള അത് നെറ്റിൽ പതിച്ചിരിക്കുന്നു. ഈ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ബാച്ചാസ് ടീം 3-1 സ്കോർ എത്തിയിരിക്കുന്നു. 3-1. അൻവറിന്റെ മറ്റൊരു സർവ്. അതെ, നല്ലൊരു സർവായിരുന്നു. വീണ്ടും പ്ലേസിന് വേണ്ടി ശ്രമിക്കുന്ന ഇബ്രാഹിം, പക്ഷെ വിട്ടുകൊടുത്തില്ല. മറ്റൊരു സെമി ഫൈനലാണ്, അവസാന സെറ്റാണ്. 4 പോയിന്റ്, 4-1. ടൈം ഔട്ട് വിളിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഔട്ട് വിളിച്ചിരിക്കുകയാണ് മുംബൈ ചാസ് ടീം. ഓക്കെ, സ്കോർ ബോർഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് കാണാം. 4-1 ഇപ്പോൾ സ്കോർ എത്തിയിരിക്കുന്നത്. ഈ മത്സരം വിജയിക്കുന്നവർ 2 സെറ്റുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഓരോ സെറ്റുകൾ ഇരു ടീമുകളും കരസ്ഥമാക്കി അവസാന സെറ്റ് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഇരു ടീമുകളുടെ ശ്രമം. അൻവറിന്റെ ഒരു സർവ്, ആ സർവ് നേരെ അലിയുടെ കൈകളിൽ. അതെ, മറ്റൊരു സ്മാഷിന് വിട്ടുകൊടുത്തില്ല. അതെ, പോയിന്റ് വിജയിച്ചില്ല. അത് വിജയിച്ചിരിക്കുന്നു. അത് നമ്മുടെ അസ്ലുവിന്റെ വകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അസ്ലുവിന്റെ ഒരു സ്മാഷ്. 6-1. മറ്റൊരു സർവ്. വീണ്ടും അബ്ദുള്ള. യെസ്, മനോഹരം ചെയ്തു, വിട്ടുകൊടുത്തില്ല. വീണ്ടും ഒരു ശ്രമം. പെട്ടത്, പക്ഷെ അത് നെറ്റാണോ? യെസ്, അത് നെറ്റാണെന്നാണ് റഫറി പറയുന്നത്. അവർ അപ്പീൽ ചെയ്യുന്നു. അതെ, ഒട്ടും വിട്ടുകൊടുക്കാതെ ഒരു സ്മാഷിന് വേണ്ടിയുള്ള ശ്രമം. അത് മറ്റൊരു അതെന്തൊരു ഉഗ്രനാണ്, അതെന്തൊരു തീപ്പൊരിച്ചു തെറിക്കുന്ന സ്മാഷാണ്. 7-2 സ്കോർ ചെന്നെത്തിയിരിക്കുന്നു. 7-2. ബാവച്ചാസ് 7, മുംബൈ ചാസ് 2. അൻവറിന്റെ മറ്റൊരു സർവ്. വീണ്ടും പോയിന്റിന് വേണ്ടിയുള്ള ശ്രമം. 7-2 നിൽക്കുന്നത്. ഒരു ലേക്ക് ടച്ചായിരിക്കുന്നു എന്നതാണ്. റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ളത് സണ്ണിയുടെ റൂളാണ്. ഓക്കെ, ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഓക്കെ, റഫറികൾ 3-7 മത്സരം എത്തി നിൽക്കുന്നു. 3-7. അലിയുടെ മറ്റൊരു സർവ്. വിട്ടുകൊടുക്കാതെയുള്ള ഇരു ടീമുകളുടെയും അനുകൂലമായ കോർട്ട് ചേഞ്ച് കാഴ്ചവെച്ച ഈ ആദ്യ സെമി മത്സരം ഇതാ
സെമി ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള അവസാന ഒരു സ്മാഷ്, പക്ഷേ അത് ചെന്ന് പതിച്ചത് കോർട്ടിന് പുറത്ത്. സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്നു ബാവച്ചാസ് 9. അവരുടെ സ്കോർ ചെന്ന് 9 തന്നെ വിളിക്കണം. അൻവറിന്റെ ഒരു സർവ് അത് അത്യുഗ്രനായിരുന്നു. സ്കോർ 10-3. മറ്റൊരു ടൈം ഔട്ട് വിളിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിന് വേണ്ടിയുള്ള സർവിലൂടെയുള്ള അൻവറിന്റെ ശ്രമം അത് ഉയർന്നു ചെന്നുകൊണ്ട് അലിയുടെ കൈകളിൽ. ഇബ്രാഹിം അതാ പ്ലേസ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നു. വീണ്ടും ഉയർന്ന് ചാടിയുള്ളത് എന്തൊരു തിരിക്കുന്ന മത്സരമാണിത്. 11 പോയിന്റ്. 11-3. 11-3 അൻവറിന്റെ മറ്റൊരു സർവ്. അത് വീണ്ടും പോയിന്റ് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള അസ്ലുവിന്റെ ബ്ലോക്കിലൂടെ നേടിയ പോയിന്റ്. 12-ലെത്തിയിരിക്കുന്നു. സ്കോർ 12-3. ബോളെത്തിക്കുക. അൻവറിന്റെ മറ്റൊരു സർവ് കൊണ്ട് പോയിന്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഉയർന്ന് ചെന്നുകൊണ്ടുള്ള ഇതാ അബ്ദുള്ളയുടെ ആ ഒരു സ്മാഷ്. വീണ്ടും ഇബ്രാഹിം അത് പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു. ഇബ്രാഹിം പരിക്കേറ്റ കാലുകളോടെ ഉയർന്നു ചാടിയടിച്ച ആ പന്ത് കൊണ്ട് നേടിയെടുത്ത പോയിന്റ്. 4-12. വീണ്ടും മനോഹരമായ ഒരു സർവ് അലിയുടെ വക. അതാ ഇബ്രാഹിം ശ്രമിക്കുന്ന ഒരു സ്മാഷിലൂടെ, പ്ലേസ്മെന്റിലൂടെ, പക്ഷേ അത് അതെ പോയിന്റ് നേടിയിരിക്കുന്നത് നെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ബാച്ചാസിനാണ്. ബാച്ചാസിന്റെ പോയിന്റ്. ആ ഒരു അതെ അൻവറിന്റെ മറ്റൊരു സർവ്. ആ സർവ് കൊണ്ട് ഇതാ പോയിന്റ് നേടിയെടുക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? രണ്ടുപേരും തുല്യമായി പോരാടിക്കൊണ്ടിരിക്കുക. അതിലൂടെ 14-ലേക്ക് എത്തിയിരിക്കുന്നു. 14-4. ഒരു പോയിന്റ് കൂടി നേടിയെടുത്താൽ അവർ സ്വപ്നതുല്യമായ ഫൈനലിലേക്ക് നടന്നെടുക്കും. അവിടെയാണ് ബാക്കി മത്സരങ്ങൾ. അതെ, ഒരു പോയിന്റ് അതുകൂടി നേടിയെടുത്താൽ പക്ഷേ വിട്ടുകൊടുത്തില്ല. വീണ്ടും അബ്ദുള്ളയുടെ ശ്രമം. അതാ രണ്ട് ടീമുകളും അതെ സെമിയിൽ ഈ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത് ടീമാണ്. അവർ എത്തിയിരിക്കുന്നത് ഫൈനലിലേക്കാണ്. 3 സെറ്റ് നീണ്ട അത്യുഗ്ര പോരാട്ടം. അത് അടുത്ത മത്സരം നടക്കുന്നത് കുഞ്ഞാലി ഹാജി, അബ്ബാസ് ഹാജി ടീമുകൾ തമ്മിലാണ്. അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള അടുത്ത